ശികായിലെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലം 4-ാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വഴിതെറ്റിപ്പോയ ഒരാടിനെ അന്വേഷിച്ച് ബാക്കി 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നല്ല ഇടയന്റെ ഉപമ. ആട് നമുക്കറിയാവുന്ന പോലെ ഒരു സാധു ജീവിയാണ്. ഒരു ചെറിയ പച്ചപ്പുല്ല് കാണിച്ചാൽ അതിങ്ങനെ നമ്മുടെ കൂടെ പോരും. തൻ്റെ കൺമുന്നിൽ കാണുന്ന കൗതുകങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുന്ന ആട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വ്യക്തിത്വമാണ്. ആട് വഴിതെറ്റി പോകുന്നത് തൻ്റെ ഉള്ളിലുള്ള ഈ അജ്ഞത മൂലമാണ്. നമ്മൾ മിക്കപ്പോഴും വഴിതെറ്റി പോകുന്നത് ചില കൗതുകങ്ങളിൽപ്പെട്ട് ചില അജ്ഞത മൂലം ഇങ്ങനെ ആല വിട്ടു പോവുകയാണ്. വീണ്ടും ആഗസ്തീനോസിനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കൗതുകങ്ങളിൽപ്പെട്ട് ഈ ആലയത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്കായി പോയി. വീണ്ടും ബോധോദയം വന്ന് തിരിച്ചു അദ്ദേഹം ദേവാലയത്തിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കുമൊക്കെ തിരിച്ചെത്തുകയാണ്. ഇങ്ങനെ ഒരു പട്ടണത്തിന്റെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ പഴയ ഒരു ഗണികയായ ഒരു സ്ത്രീ വന്ന് പുറകിൽ നിന്ന് ഈ അഗസ്തീനോസിനെ വിളിക്കുകയാണ്. അഗസ്റ്റിൻ. അദ്ദേഹം കേട്ടില്ല. വീണ്ടും അവള് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അഗസ്റ്റിൻ. അതും അഗസ്റ്റിൻ കേട്ടതായി നടിച്ചില്ല. ഒപ്പം ഇവള് ഓടി വന്ന് ഈ അഗസ്റ്റിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, അഗസ്റ്റിൻ, ഇത് ഞാനാണ്. തിരിച്ചുള്ള അഗസ്റ്റിന്റെ മറുപടി, ഇത് നീയായിരിക്കാം, പക്ഷെ ഇത് ഞാനല്ല. കൗതുകങ്ങളിൽ വീണ്ടുപോയ അഗസ്റ്റിൻ വീണ്ടും ഈശോയുടെ സ്നേഹത്തിലേക്കും ദേവാലയത്തിന്റെ വിശുദ്ധിയിലേക്കുമൊക്കെ തിരിച്ചു വരികയാണ്. ആടിനെ പോലെ കൗതുകങ്ങളിൽ വീഴരുത്. ഒപ്പം ആ ഇടയനെ കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഇങ്ങനെ 99നെയും വിട്ടുകളഞ്ഞിട്ട് ആ വഴിതെറ്റിപ്പോയ ഒരാടിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ആ ആട് പോയ വഴി അവൻ അറിയത്തില്ല. തിരിച്ചു വരുമ്പോൾ ബാക്കി 99ന്റെയും സ്ഥിതി എന്താകുമെന്ന് അറിയത്തില്ല. ഇറങ്ങിപ്പോയ ആട് എവിടെയാണെന്ന് അറിയത്തില്ല. കണ്ടുകിട്ടിയാൽ പോലും അതിന് ജീവൻ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. എന്നിട്ടും ആ ഇടയൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആടിനോടുള്ള ഇടയന്റെ സ്നേഹം. വിശുദ്ധ ലോറൻസ് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഈശോ മരിക്കാനിടയാക്കിയത് അവന്റെ ആണികളും മുറിവുകളുമല്ല, പകരം നമ്മളോടുള്ള സ്നേഹമാണ്. വിശുദ്ധ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.